ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ലോക ജനകോടികളുടെ മേൽ, ലോക ജനകോടികളുടെ മേൽ കനിയണമേ, കനിയണമേ. 700 കോടി ജനങ്ങളുടെ മേൽ, 700 കോടി ജനങ്ങളുടെ മേൽ കനിയണമേ, കനിയണമേ. സൗജന്യ പാപമോചനം സൗജന്യ പാപമോചനം യേശുവിന്റെ നാമത്തിൽ നൽകണമേ, യേശുവിന്റെ നാമത്തിൽ നൽകണമേ. യേശുവിന്റെ നാമത്തിന്റെ യേശുവിന്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയിൽ, അനന്ത യോഗ്യതയിൽ കോടാനുകോടി മക്കൾക്ക് കോടാനുകോടി മക്കൾക്ക് പാപമോചനം നൽകണമേ, പാപമോചനം നൽകണമേ. തിരുരക്തത്തിൽ കഴുകണമേ, തിരുരക്തത്തിൽ കഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുനാഥൻ അരുളി ചെയ്തു, 2 or 3 പേര് എൻ്റെ നാമത്തില് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാല് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമൂഹത്തിൽ യേശുനാഥൻ കടന്നു വരുന്നു. ഇത് വിശ്വാസമുള്ളവരെന്ന് കൈപൊക്കിക്കേ, 2 കൈയും ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥന പൈശാചിക പീഡകളെ നിർവീര്യമാക്കുന്ന പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ഇപ്പൊ ചൊല്ലിയ പ്രാർത്ഥന. നന്മ നിറഞ്ഞു പറയുമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ബൈബിളിലെ വചനമാണ്. ബൈബിൾ വചനങ്ങൾക്ക്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങൾക്ക് അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുണ്ട്. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ വചനമാണ്. അതും എഴുതപ്പെട്ട വചനമാണ്. സ്ഥാനമറിയമേ തമ്പുരാന്റെ അമ്മേ, തമ്പുരാന്റെ അമ്മ എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ വചനമാണ്. ഇങ്ങനെ 3 ദൈവവചനങ്ങളുള്ള ഒരു നമസ്കാരമാണ്, പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ഒരിക്കല് അമേരിക്കയിൽ വെച്ച് ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. 1-2 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. പെട്ടെന്ന് ഭയങ്കരമായ കാറ്റ് വീശാൻ തുടങ്ങി. ഡ്രൈവർക്ക് ബസ് ഡ്രൈവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി. അപ്പം ഞങ്ങൾക്കറിയാവുന്ന ചില വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നിതായിരുന്നു, വെളിപാട് 11:6. പ്രവചനകാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പ്രവചനകാലം, വചനപ്രഘോഷണകാലം, മഴയും കാറ്റും തടയാനുള്ള അധികാരം അവർക്കുണ്ട്. ഈ വചനം 3 പ്രാവശ്യം ബസ്സിലിരുന്ന് ഞങ്ങൾ 2-3 പേര് കൂടി ഏറ്റു പറഞ്ഞു. കാറ്റു നിലച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ന്യൂയോർക്കിൽ അയർലൻഡ് എംബസി ചെന്ന് അയർലൻഡിലേക്കുള്ള വിസ എടുക്കാൻ പോയതാണ്. തിരിച്ചു വരുന്ന വഴി കാറ്റിന്റെ സ്ഥാനത്ത് കൊടുങ്കാറ്റായി. അപ്പോഴത്തേക്കും ടെലിവിഷനിലൂടെ എല്ലാം അറിയിപ്പ് കൊടുത്തു. ഞങ്ങളെ ഫോൺ വിളിച്ച ആൾക്കാർ പറയുന്നു ഭയങ്കര കൊടുങ്കാറ്റാണ് വരുന്നത്, മരങ്ങളൊക്കെ ആടിയുലയുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ വചനം പറഞ്ഞു നോക്കി. വചനം പറഞ്ഞിട്ട് കാറ്റ് അനുസരിക്കുന്നില്ല, കൊടുങ്കാറ്റും അനുസരിക്കുന്നില്ല. പെട്ടെന്ന് ഒരു കാര്യം ഞാൻ ഓർത്തു. 1-2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഒരു വിമാനത്താവളത്തിൽ നിന്ന്, ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ നിന്ന്
ഒരു വിമാനം പറന്ന് ആകാശത്തിൻ്റെ മണ്ടയിലേക്ക്, ആകാശത്തിൻ്റെ ഉച്ചിയിലേക്ക് പറന്നുയർന്നു. പെട്ടെന്ന് അനേകായിരം പക്ഷികൾ, ചെറിയ പക്ഷികൾ ആ വിമാനത്തെ ക്രോസ് ചെയ്തു പറന്നു. ഏതാനും പക്ഷികൾ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, അകത്ത് കയറി. വിമാനത്തിൻ്റെ 4 എഞ്ചിനും സ്തംഭിച്ചു, പ്രവർത്തിക്കാതെയായി. വിമാനത്തിൻ്റെ കപ്പിത്താൻ, പൈലറ്റ് ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ദൈവശക്തി പൈലറ്റിലേക്കും വിമാനത്തിലേക്കും വന്നു. വിമാനം പൈലറ്റിൻ്റെ ഫുൾ കൺട്രോളിലായി. ആ വിമാനം പെട്ടെന്ന് താഴോട്ട് പോകുന്നില്ല. അദ്ദേഹം അനുവദിക്കുന്നിടത്തോളം, സമ്മതിക്കുന്നിടത്തോളം വിമാനം താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി, പോകാൻ തുടങ്ങി. അവസാനം ഹഡ്സൺ നദിയുടെ മുകളിൽ കൊണ്ടുപോയി വിമാനം ഇറക്കി. വിമാനം വെള്ളത്തിൽ താന്നുപോയില്ല. വിമാനത്തിൻ്റെ വാതിൽ തുറന്ന് യാത്രക്കാരെല്ലാം വിമാനത്തിൻ്റെ ചിറകുകളിൽ കയറിയിരുന്നു. പെട്ടെന്ന് സുരക്ഷാ സൈന്യം വന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ശേഷം മാത്രമേ വിമാനം വെള്ളത്തിൽ തങ്ങിപ്പോയുള്ളൂ. ഈ കാര്യം ഞാൻ ഓർത്തു. കൊടുങ്കാറ്റ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഏതാനും പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചുറ്റും ഒരു സുഗന്ധാഭിഷേകമുണ്ടായി, സുഗന്ധം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു: പരിശുദ്ധ അമ്മ എത്തിക്കഴിഞ്ഞു, പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റു നിലച്ചു, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ക്രൈസ്തവരും ക്രൈസ്തവരല്ലാത്തവരുമായ കോടാനുകോടി മക്കൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ അമ്മേ മധ്യസ്ഥമേകണമേ. പരിശുദ്ധാത്മാവ് വന്നറിയുമ്പോൾ പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം, വിശുദ്ധീകരണം, യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് തിരിച്ചറിയാനുള്ള കൃപ, ഇതെല്ലാം ലഭിക്കും. അമ്മയുടെ മധ്യസ്ഥത വഴി കോടാനുകോടി മക്കൾക്ക് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4:19, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വീണ്ടും ഇപ്രകാരം നാം വായിക്കുന്നു. യേശു അരുളി ചെയ്യുന്നു: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വയം പരിത്യജിക്കുക. നമുക്കെല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പാപം ഉണ്ട്. പാപത്തിന് അടിമകളാണ്. അഹങ്കാരത്തിനും അതിമോഹത്തിനും ദ്രവ്യാഗ്രഹത്തിനും അശുദ്ധിക്കും മ്ലേച്ഛവാസനകൾക്കും ദുരാസക്തികൾക്ക് അടിമകളാണ്. അപ്പോൾ സ്വയം പരിത്യജിക്കുക. സ്വന്തം സ്വാർത്ഥത, സ്വന്തം ഇഷ്ടം പരിത്യജിക്കുക. തൽസ്ഥാനത്ത്
ദൈവ തിരുവിഷ്ടം അന്വേഷിക്കുന്നവരായി തീരുക. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ത്? ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവമേ, എന്നോട് സംസാരിക്കണമേ. ദൈവം മനുഷ്യവർഗത്തോട് സംസാരിച്ചതാണ് യേശുക്രിസ്തു. ദൈവവചനം മനുഷ്യരൂപം ധരിച്ചതാണ് യേശുക്രിസ്തു. അതിനാൽ ആ യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കണം. ചിന്തയില്, ആഗ്രഹത്തില്, നിങ്ങളുടെ മനോഭാവങ്ങളില് എല്ലാം നിങ്ങൾ എന്നെ പോലെയാകണം. ഹല്ലേലൂയ. ആരെങ്കിലും യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കണം. കുരിശിന്റെ വഴി, പരിത്യാഗത്തിന്റെ വഴി, സഹനത്തിന്റെ വഴി. സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക, നിരാശപ്പെടാതെ പ്രത്യാശയിൽ വസിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. മനുഷ്യർക്കെല്ലാം സ്വയം സ്നേഹമുണ്ട്. നമ്മളെ സ്നേഹിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തെക്കാൾ ഉപരി, ദൈവ തിരുവിഷ്ടത്തെക്കാൾ ഉപരി, ദൈവകൽപ്പനകളെക്കാൾ ഉപരി സ്വയം സ്നേഹിച്ചാൽ അത് പാപമാണ്. അതുകൊണ്ടാണ് സ്വയം പരിത്യജിക്കുവാൻ നമ്മുടെ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്വയം പരിത്യജിക്കുവാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നറിയുവാൻ സഹായിക്കുന്ന ചില ചിന്തകളാണ് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ദൈവം അറിയാത്ത കഷ്ടനഷ്ടങ്ങളോ രോഗപീഠകളോ ഇല്ല. ദൈവം അറിഞ്ഞു വരുന്നതെല്ലാം ദൈവത്തിന് ഒരു മെച്ചമായ ഉപരി നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. കഷ്ടനഷ്ടങ്ങളുടെ കാലത്ത് നമ്മൾ കൂടുതൽ സമയം ദൈവ തിരുസന്നിധിയിൽ ചെലവഴിക്കും. ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവസ്വരം ശ്രവിക്കാൻ കാത്തിരിക്കും. ദൈവമേ, എന്നോട് സംസാരിക്കണമേ എന്ന് യാചിക്കും. ബൈബിൾ തുറന്ന് വായിക്കാൻ പരിശ്രമിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 1 യോഹന്നാൻ 2:15-17 ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കൈപൊക്കിക്കേ. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കൈപൊക്കുക. ആരും കൈപൊക്കുന്നില്ല. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹിക്കരുതെന്ന് തന്നെയാണ്. ലോകം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ലോകത്തിലുള്ളത് മുഴുവൻ ഇവ മൂന്നുമാകുന്നു. കണ്ണുകളുടെ ദുരാശ, നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സമ്പാദിച്ചു കൂട്ടുന്നതിൽ ആനന്ദം, സമ്പത്തിൽ ആനന്ദിക്കുക, ദ്രവ്യാസക്തിക്ക് അടിമയാവുക. അതിൽ നമ്മെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് പഴയ നിയമത്തിലുടനീളം ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത്. നിനക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം 1/10 ദൈവത്തിന് കൊടുക്കണം, ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുക്കണം, പരസ്നേഹ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കണം. 1/10 പോരാ, 2, 3, 4, 5 അതിൽ കൂടുതലും കൊടുക്കുന്നവരുണ്ടാകാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നത് ഒരാനന്ദമായി മാറുന്നു. ദൈവ സ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഔദാര്യത്തോടെ കൊടുക്കുക. അപ്പോ സാമ്പത്തിക ദുർമോഹങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ദുർവാസനയാണ്
അമിതമായി ഭക്ഷിക്കുക, മദ്യപിക്കുക, അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷിക്കുന്നതിൽ ആനന്ദിക്കുക. അതിന് പ്രതിവിധിയായിട്ടാണ് യേശുനാഥൻ 40 ദിവസത്തെ ഉപവാസം രാത്രിയും പകലും ഉപവസിച്ച് മാതൃക കാണിച്ചു തന്നതും തൻ്റെ ശിഷ്യന്മാരോട് ഉപവാസം നിർബന്ധമായി പഠിപ്പിച്ചതും. ഹല്ലേലൂയ. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഒരു ദർശന പുസ്തകം ഓസ്ട്രേലിയയില് അലൻ അമിസ് എന്നൊരാള് ദർശനത്തിൽ കിട്ടിയത് എഴുതിയ പുസ്തകമാണ് ത്രൂ ദി ഐസ് ഓഫ് ജീസസ്. യേശു 12 ശിഷ്യന്മാരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് എന്ന് ദർശനത്തിൽ കണ്ടത് പുസ്തകമായി എഴുതി. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ആ പുസ്തകം ഇപ്പോൾ പല ബുക്ക് സ്റ്റോളുകളിലും കിട്ടും. 3 വോളിയം ഉണ്ട്. അതില് ഈശോ ശിഷ്യന്മാരോടുകൂടെ 3 കൊല്ലത്തെ മിഷനറി യാത്രയിലും ജീവിതത്തിലും പലപ്പോഴും ശിഷ്യന്മാരെ നിർബന്ധിച്ചിരുന്നു ഉപവസിക്കാൻ. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് യാത്ര ചെയ്യാൻ യേശു നിർബന്ധിച്ചിരുന്നു. ചിലപ്പോൾ ചിലർക്കത് പറ്റുകയില്ലെങ്കിൽ പകുതി ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഉപവസിക്കുക. ഈശോ അതിന് മാതൃകയായിരുന്നു. പൈശാചിക ശക്തികളുടെ മേൽ, അന്ധകാര ശക്തികളുടെ മേൽ വിജയം ലഭിക്കുന്നതിന് ഉപവാസം അത്യാവശ്യമാണെന്ന് ഈശോ പഠിപ്പിച്ചു. ഹല്ലേലൂയ. 40 ദിവസത്തെ യേശുവിൻ്റെ ഉപവാസത്തിന് ശേഷം ഈശോയെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ വന്നപ്പോൾ ഓരോ പ്രലോഭകനെയും ഈശോ ജയിച്ചടക്കിയത് ഏതെങ്കിലും ദൈവവചനം ഉച്ചരിച്ചുകൊണ്ടാണ്. കാരണം ഈശോയുടെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ മിക്കവാറും ദൈവവചനം പഠിക്കുവാൻ മനുഷ്യനെന്ന നിലയിൽ ഈശോ വിനിയോഗിച്ച് കാണും. സങ്കീർത്തനങ്ങളൊക്കെ മനഃപ്പാഠമായിരുന്നു യേശുവിനും ശിഷ്യന്മാർക്കും. പ്രൈസ് ദി ലോർഡ്. വചനം പറഞ്ഞാണ് സാത്താനെ, പ്രലോഭനങ്ങളെ യേശു പരാജയപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 8:16-17 എല്ലാവരും ഒന്ന് പറഞ്ഞ്. മത്തായി 8:16. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാര്, ദമ്പതികള് അനേക വർഷമായി വിവാഹം കഴിച്ചിട്ട് മക്കളില്ല എന്ന സങ്കടവും പറഞ്ഞു വരാറുണ്ട്. മക്കളില്ലാത്ത കാലം എന്തിനു വേണ്ടിയുള്ള കാലമാണ്? ധാരാളമായ പ്രേക്ഷിത വേല ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവ ശുശ്രൂഷയിൽ വളരണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം നമ്മെ സ്പർശിക്കുന്ന വചനം കുറിച്ചെടുക്കണം. അത് ഏറ്റുപറഞ്ഞ് അത്ഭുതങ്ങൾക്ക് വേണ്ടിയും അടയാളങ്ങൾക്ക് വേണ്ടിയും ചുറ്റുമുള്ള അനേകായിരങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിയില്ലാത്ത കാലം അങ്ങനെയൊന്നില്ല. ഇതുവരെ ഭൂമുഖത്ത് ജീവിച്ച എല്ലാവർക്കും ഭക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. അവിടുന്ന് തരുന്നത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിലും അനന്തകരുണയിലും വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരികയില്ല. കാരണം എന്താണ്? അനന്ത സ്നേഹമായ ദൈവം, അനന്ത നന്മയായ ദൈവം, അനന്തജ്ഞാനിയായ ദൈവം, അനന്തകരുണയായ ദൈവം നമ്മെ സഹായിക്കാൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ദൈവം അത്ഭുതങ്ങളിലൂടെ നമുക്ക് സഹായം നൽകും. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുന്നവർക്ക് പട്ടിണി കിടക്കേണ്ടി വരികയില്ല എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി 4:19 എന്നെ അനുഗമിക്കുക. ഈശോ സർവസമ്പത്തിന്റെയും ഉടമസ്ഥനായിരുന്നു. എന്നാൽ ഏറ്റവും പരമദരിദ്രനായിട്ട് യേശു ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രഹസ്യ ജീവിതത്തിലെ 30 വർഷവും ഒരു ദരിദ്രമായ ജീവിത സാഹചര്യത്തിലാണ് ഈശോ ജീവിച്ചത്. ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു കൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു, ധനവാന്റെ കുടുംബത്തിൽ ജനിക്കാമായിരുന്നു. എന്നാൽ ലോകത്തിന് മുഴുവനും ഒരു വലിയ പ്രബോധനം നൽകാൻ സ്വത്തില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം ദൈവം മുടക്കുകയില്ല എന്ന് വെളിപ്പെടുത്തി തരാൻ യേശു ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ചു, ജീവിച്ചു. പരസ്യ ജീവിതത്തിലാകട്ടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭവനം പോലും ഇല്ലാതെയായി. 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഈശോയും ശിഷ്യന്മാരും കിടന്നുറങ്ങിയത് പലപ്പോഴും വഴിയരികിലെ ഒരു മരത്തിന്റെ ചുവട്ടിലായിരിക്കും. അവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും, പ്രാർത്ഥിക്കും, പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം കഴിച്ച് അവർ യാത്രയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവസമ്പത്തിന്റെയും ഉടമയായിരുന്ന ദൈവം നമ്മെ പ്രതി ദരിദ്രനായി. നമ്മള് സമ്പത്തിൽ ആശ്രയിക്കരുത്, സമ്പത്തിൽ സന്തോഷിക്കരുത്, നമ്മുടെ കഴിവുകളിൽ ആനന്ദിക്കരുത്. അത് ദൈവദാനമാണെന്നോർത്ത് ആനന്ദിച്ചു. നമ്മുടെ പലവിധ സാമർഥ്യമുണ്ട്, കഴിവുണ്ട്, നേട്ടങ്ങളുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞേക്കുക, അവയിൽ ആനന്ദിക്കരുത്. യേശു നമ്മെ പ്രതി ദരിദ്രനായി. അത് അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മളെല്ലാവരും സമ്പന്നരാകാൻ വേണ്ടിയാണ്. നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മൾ ആനന്ദിക്കണം, നമ്മൾ നന്ദി പറയണം. നമ്മുടെ ബലഹീനതയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. സമ്പത്തിൽ ആശ്രയിക്കാത്തവൻ, മനുഷ്യന്റെ കഴിവിൽ ആശ്രയിക്കാത്തവൻ, ഈ ലോകത്തിലെ പ്രതാപമുള്ള മനുഷ്യരിൽ ആശ്രയിക്കാത്തവൻ. ഈശോ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തവരും ദരിദ്രരും കൂലിപ്പണിക്കാരോ മീൻപിടുത്തക്കാരോ ആയ ഏതാനും ശിഷ്യന്മാരെയാണ് തൻ്റെ അടുത്ത സഹപ്രവർത്തകരായി തെരഞ്ഞെടുത്തത്. നമ്മളും നമ്മുടെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് ദൈവം തിരഞ്ഞെടുത്തു തരുന്ന ആൾക്കാരെയാണ്. മനുഷ്യരുടെ കഴിവിൽ നമ്മൾ ആനന്ദിക്കുകയും ആശ്രയിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. യേശു പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഞാൻ എപ്പോഴും എവിടെയും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്റെ ദാസനായിരുന്നില്ല, പിതാവിന്റെ തിരുവിഷ്ടത്തിന്റെ ദാസനായിരുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ യേശുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവിനെ അവനിൽ ഞാൻ നിക്ഷേപിച്ചു. അപ്പൊ യേശു പിതാവിന്റെ ഇഷ്ടത്തിന്റെ ദാസനായിരുന്നു. നമ്മളും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വന്തം കാര്യം സാധിക്കാനല്ല, നമ്മെക്കുറിച്ചും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള അങ്ങയുടെ തിരുവിഷ്ടം വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നവരും മറ്റുള്ളവരുടെ പ്രശംസയിൽ ആനന്ദിക്കുന്നവരുമായിരിക്കരുത്. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും നിന്ദിക്കുകയും എല്ലാവിധ അപഖ്യാതികളും
നിങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചു തുള്ളിച്ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. സഹനങ്ങളിൽ യേശു മനസ്സിടിഞ്ഞില്ല. സഹനങ്ങൾക്ക് കാരണമായ വ്യക്തികളെ കുറ്റം വിധിച്ചില്ല. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവിടുന്ന് കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങി. തന്നെ ചമ്മട്ടി അടിക്കാനും കുരിശുത്തൂക്കി കൊല്ലാനും വിധിച്ച പീലാത്തോസിനെ വെറുത്തില്ല, കുറ്റം വിധിച്ചില്ല. ഹേരോദോസിനെ കുറ്റം വിധിച്ചില്ല. ശിശുവായി തന്നെ കൊല്ലാൻ ശ്രമിച്ച ഹേരോദോസിനെ കുറ്റം വിധിച്ചില്ല. തന്നെ ചമ്മട്ടി അടിക്കുകയും മുഖത്ത് തുപ്പുകയും ശരീരം മുഴുവൻ അടിച്ചും ഇടിച്ചും വ്രണമാക്കുകയും എല്ലാം ചെയ്ത ആ പടയാളികളെ യേശു കുറ്റം വിധിച്ചില്ല. പകരം കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെയെല്ലാം മാതൃക തന്ന, പ്രബോധനം തന്ന ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. കം ആൻഡ് ഫോളോ മീ. സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക. യേശു എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. 1 യോഹന്നാൻ 2:2 എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യേശു എല്ലാവരുടെയും പാപപരിഹാര ബലിയായെങ്കിൽ നമ്മളും യേശുവിനെ പോലെ ഒരു പാപപരിഹാര ബലിയായി തീരണം. സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചും സ്തുതിപ്പോടെ സ്വീകരിച്ചും അനേകായിരം പേരുടെ, അനേക ലക്ഷം പേരുടെ, അനേക കോടി പേരുടെ പാപപരിഹാരത്തിനായി കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ്.